ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മഹിമലു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പൊന്മുടിയിലാണ്. അപ്പോൾ പൊന്മുടിയിൽ നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് ആസ്വദിച്ചുകൊണ്ട് കാടിൻ്റെ വശ്യതയെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാം. പൊന്മുടിയിൽ വരുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക, ഓൺലൈൻ ചെക്ക് ചെയ്യുക. ഓൺലൈൻ പാസ് അവൈലബിലിറ്റിയാണ്. അപ്പോൾ ഓൺലൈൻ പാസ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ടോക്കൺ അവൈലബിലിറ്റി ഉണ്ട്. പറയാൻ കാരണം ഒരു പെർ ഡേ 1500 പേർക്ക് മാത്രമാണ് പൊന്മുടിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ചാർജ് വരുന്നത് 40 രൂപയാണ് പ്രവേശന ഫീസ് വരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നല്ലൊരു കേരളത്തിലെ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഫോറസ്റ്റ് പൊന്മുടിയിലേക്കുള്ള യാത്ര ഫുൾ ഹെയർപിൻ ബെൻഡുകൾ നിറഞ്ഞതാണ്. 22ഓളം ഹെയർപിൻ ബെൻഡുകളാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ സൈഡുകളിൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നല്ല നമുക്ക് ഇവിടെ നമ്മൾ മുകളിലേക്ക് കയറും തോറും, ഓരോ ഹെയർപിൻ ബെൻഡുകൾ കയറും തോറും നമുക്ക് നല്ല തണുപ്പ്, ഒരു കൂൾ ക്ലൈമറ്റ് അനുഭവിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ നല്ലൊരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആശ്വസിക്കാൻ നല്ല ശുദ്ധമായ വായുകൾ ശ്വസിക്കാനുള്ള നമുക്ക് കഴിയുന്നുണ്ട്. നമ്മളെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല നല്ല കാഴ്ചകൾ, നല്ല മഞ്ഞിങ്ങളും മഞ്ഞിങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വിതുരയിൽ നിന്നും നമ്മൾ പൊന്മുടിയിലേക്കുള്ള യാത്രാ വഴിപത്തി തേയിലത്തോട്ടങ്ങളും ഗ്രാമ്പൂ എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുൾ തേയിലത്തോട്ടം കാര്യങ്ങളും. നിങ്ങൾക്ക് കറക്റ്റ് മഞ്ഞ് പോകുന്നതാണ്. കോട ശരിക്കും കയറി ആ പുക പോലെ പോകുന്നതാണ്. എന്താ ആ പൊന്മുടിയുടെ ഭംഗിയില്ലേ, നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സീസൺ ഒരുപാട് റൈഡേഴ്സ്, ഒരുപാട് ഫാമിലി, ഫുൾ ഏറ്റവും കൂടുതൽ റൈഡേഴ്സാണ് വരുന്നത്. ആ ഭംഗി ഇങ്ങനെ പകർത്തിയെടുക്കാൻ തന്നെ ഇവിടുത്തെ വ്യൂ ആട്ടത്. ജസ്റ്റ് ആ ഹിൽ സ്റ്റോപ്സ് കാര്യങ്ങളൊക്കെ. ടോപ്പ് വ്യൂ ആണ്. നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റ്, പൊന്മുടി വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വകയിലാണ്. ശരിക്കും ഇവിടെ നമ്മളെ കൊമ്പുള്ള മാനില്ലേ, മലയൊക്കെ കയറുന്നത് എതരം അവിടെ, അത് ഇവിടെ എന്തെന്നാ പറയുന്നത്. ജസ്റ്റ് എനിവേ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയർച്ചയിലാണ് നമ്മളെ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ വലിയ മലനിരകളിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ ഒരു മലനിരയാണ് പൊന്മുടി. അപ്പോൾ തീർച്ചയായും ട്രിവാൻഡ്രത്ത് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ്. എനിവേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല കൂൾ ക്ലൈമറ്റ് ആണ് പൊന്മുടിയിലേക്കുള്ള പാർക്കിംഗ് സെൻ്റർ. നമ്മൾ ആന വണ്ടി, നമ്മൾ KSRTC ബസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഏരിയ ആണിത്. നമ്മൾ വ്യൂ പോയിന്റ് അവിടെയാണ് പോകുന്നത് കേട്ടോ. ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിൽ അവിടെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഇത് കാണാനുണ്ട്, വരയനാട് കേട്ടോ, മാനല്ല കേട്ടോ. ഇത് വരയനാട് എന്ന് ഇതിൻ്റെ പേരുള്ളൂ. കൊമ്പുള്ള ഒരു മാൻ ടൈപ്പ്. പക്ഷേ ഇതിപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് 8 കിലോമീറ്റർ ട്രെക്കിങ്ങിന് പോയാൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എനിവേ നമുക്ക് അതിനുള്ള സമയമില്ല. വൺ സൈഡിൽ ഫുള്ള് ഒരു വലിയൊരു മലനിരയാണ് കാണുന്നത്. രണ്ടാമത്തെ നേരമെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്കൊരു ഹിൽ സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മൾ ആ ഹിൽ സ്റ്റോപ്പിലേക്ക് പൾബർ നമ്മളെ മുന്നിലുണ്ട്. നമ്മളെ വഴികാട്ടിയായി നമ്മളെ സിത്തു നമ്മളെ കൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ അജ്ജു ആൻഡ് ഹജ്ജു ബായ്, സാലി ബ്രോ എല്ലാവരും മുന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതറിയില്ല, ഫുൾ നമ്മുടെ ഒരു ചെറിയൊരു മല, ഒരു വശത്ത് വലിയൊരു ചെങ്കുത്തായ മല തന്നെയാണ്. കരിങ്കൽ കൊണ്ടുള്ള ശരിയായ മല തന്നെ. അതിൻ്റെ മറുവശത്ത് വലിയൊരു വെൽസ് പോയിൻ്റാണ്. ചെറിയ ഒരു കുന്നുപോലത്തെ മല. രണ്ട് ദേശം ഓൾമോസ്റ്റ് നല്ല എനർജി നമുക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലൈമറ്റും കിട്ടില്ല. അയ്യോ കേട്ടോ, നമ്മൾ പൊന്മുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ടോപ്പ് വ്യൂയിലേക്ക് ഫുൾ ഈ പാറൊക്കെ എപ്പോൾ വീഴാൻ തരാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ തങ്ങി നിന്നിട്ട് അതിൽ കൂടെ പുല്ലും കാര്യങ്ങളൊക്കെ. വാ, ഇതൊരു ഭംഗി ഇതാ. കിട്ടോ മാൻ, കിടുക്കാച്ചി. യോ മാ അജു ബ്രോ. പൊളി ഒരു പൊളി.
അങ്ങനെ നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ. വേണ്ട മോനെ, ഇന്നലെ തന്നെ. ഓ ബ്രോ, അപ്പോൾ നമ്മൾ ഹിൽ സ്റ്റോപ്പിൻ്റെ ആംഗിൾ ശരിക്കും അത് കൂട്ടിയിട്ട് കിടക്കാട്ടോ. അവരിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും. വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ വരുന്നത് ശ്രദ്ധിക്കാം. ഒരു പൂട്ടി കിടക്കട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുളക് വെച്ച് ലോക്ക് ചെയ്തട്ടോ. ടോപ്പ് വ്യൂ ആണ് ഇത് കേട്ടോ. നമ്മൾ നേരെ താഴത്ത് കാണുന്ന ജസ്റ്റ് വ്യൂ ആണ്. ഓൾമോസ്റ്റ് 1100 മീറ്ററാണ് മുകളിലാണ് സമുദ്ര നിരപ്പുള്ളത് കേട്ടോ. ജസ്റ്റ് നമ്മൾ ആയിരിക്കും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതെന്താണെന്നത്. അവിടുത്തെ ജസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നുണ്ട്. എർത്ത് ജസ്റ്റ് ആണോ പള്ളിയാണോ ഒന്നും അറിയില്ല. ജസ്റ്റ് ഉള്ളൊരു കമൻറ്റ്. അങ്ങനെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു മഴയും കിച്ചടിയൊക്കെ വരുന്നുണ്ട്. എനിവേ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിവേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ആൻഡ് യോ.